എല്ലാവർക്കും സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഉള്ളതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ ഞാനൊരു പ്ലഗിങ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൂടുതലും പ്ലഗിങ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എന്നിരുന്നാലും പലരും എന്നോട് ഇങ്ങനെ എന്തെങ്കിലും പ്ലഗിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്ലഗിങ്സ് ഒന്നുമല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതായത് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് പ്ലഗിങ്സും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ചോദിക്കും. നമുക്ക് അത്യാവശ്യ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കഴിഞ്ഞത് തന്നെ നമ്മൾ VS ഡോട്ടഡ് എന്നുള്ള ഒരു പ്ലഗിങ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അത് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. കാരണം നമുക്ക് സ്കെച്ചപ്പിൽ ഈ ഡോട്ടഡ് ലൈനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ വലിയ പാടാണ്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതാണ് ഈ പ്ലഗിങ്സ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ട്രൂ ബെൻഡ് എന്ന് പറയുന്ന ഒരു പ്ലഗിങ് ആണ് കേട്ടോ. ട്രൂ ബെൻഡ് എന്ന് പറയുന്ന പ്ലഗിങ് എന്ന് പറയുന്നത് കുറച്ച് ആവശ്യമുള്ളതാണ്. നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാം, പെട്ടെന്ന് ബെൻഡ് ചെയ്യാം, ഒരു വാള് വരച്ചിട്ട് ബെൻഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് എനിക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ ഈ ഇടയ്ക്കാണ് പ്ലഗിങ് കിട്ടിയത്. അത് മാത്രമല്ല, ആ ഒരു പ്ലഗിങ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് അതിനടുത്ത് പഠിച്ചത്. പക്ഷെ അതിനകത്ത് വലിയ സെറ്റിങ്സോ കാര്യങ്ങളൊന്നുമില്ല, ഈസിയാണ്. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു നമ്മുടെ ഈ മെഷർമെൻറ്റുമായിട്ട് ചെറിയ ഒരു വേരിയേഷൻ കാണിക്കുന്നു. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പിനനുസരിച്ച് ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ നമ്മൾ 3D റെൻഡർ ചെയ്ത് ഔട്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്നും അറിയില്ല. ചെറിയ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം വന്നാൽ പോലും നമുക്കത് ആ 3D റെൻഡർ ചെയ്ത് വരുമ്പോൾ അത് അറിയാൻ വേണ്ടി സാധിക്കത്തില്ല. ഞാൻ മുമ്പ് നമ്മൾ 3D തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പറ്റിക്കൽ പരിപാടിയാണ് ഈ 3D റെൻഡറിങ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അതിൽ എന്തുവേണമൊക്കെ കാണിക്കുക, അതിനെ ഫോട്ടോഷോപ്പിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ട്രൂ ബെൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിങ്സ് ചില സ്ഥലങ്ങളിൽ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചില സ്ഥലങ്ങളിൽ അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. പ്ലഗിങ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. കിട്ടിയപ്പം തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്തു. അതിന് ഏകദേശം ഞാൻ നോക്കി. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ പ്ലഗിങ്സിനകത്ത് ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയ്യോ നിങ്ങൾ പറഞ്ഞാൽ എന്തോ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പറയരുത്. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് അത് നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്നാണ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ ഈ പ്ലഗിങ്സ് ഇറങ്ങിയിട്ട് കുറേ ദിവസം ആയെന്നാണ് തോന്നുന്നത് കേട്ടോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടിയപ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് ചോദിച്ചു. പിന്നെ ഈ പ്ലഗിങ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഈ പ്ലഗിങ്സ് ഇട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം എക്സ്റ്റൻഷൻ വെയർ ഹൗസിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട, സൂപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇനി കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ഈ സ്കെച്ചപ്പ് ഫയലിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റെയർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ പോലത്തെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ട്രൂ ബെൻഡ് എന്ന് പറയുന്ന ഈ പ്ലഗിങ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിലേ വർക്ക് ചെയ്യുള്ളൂ. ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം അതിനെ ബെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വാളൊക്കെ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാൾ എവിടെയാണോ നമുക്ക് വേണ്ടത്, ഏത് ഭാഗമാണോ ബെൻഡ് ചെയ്യേണ്ടത്, ആ ഭാഗം മാത്രം ഗ്രൂപ്പ് ചെയ്തിട്ട് ബെൻഡ് ചെയ്താൽ മതി. അല്ല ഫുൾ വാള് ഇങ്ങനെ ഒരു കാമ്പൗണ്ട് വാള് നിങ്ങൾ ഫുള്ളായിട്ട് വരച്ചിട്ട് അത് ഫുള്ളായിട്ട് എടുത്ത് ബെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. ആ ഒരു പോർഷൻ മാത്രം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പോർഷൻ മാത്രമാണ് ഞാൻ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രൂ ബെൻഡിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണൂല. കാരണം വെച്ചാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ VS ഡോട്ട് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിലും ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ എക്സ്റ്റൻഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ല, കണ്ടില്ലേ? അപ്പോൾ വിൻഡോസ് എടുക്കുക, വിൻഡോസിൽ എക്സ്റ്റൻഷൻ മാനേജർ ക്ലിക്ക് ചെയ്യുക. എക്സ്റ്റൻഷൻ മാനേജർ വഴിയാണ് നമുക്ക് പ്ലഗിങ്സുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ
എടുത്ത VS ഡോട്ടഡ് ലൈൻ എന്നുള്ള ഈ സംഭവം ഇവിടെ കിടപ്പുണ്ട്, പ്ലഗിൻസ് കിടപ്പുണ്ട്. അതുപോലെ അതിന്റെ ഓതറും ഇതാ ഇവിടെ, ആ പുള്ളിയുടെ പേരും ഇവിടെ ഉണ്ട്. പുള്ളിക്ക് നമുക്കൊരു താങ്ക്സ് കൊടുക്കാം, കാരണം ഫ്രീ ആയിട്ട് തന്നല്ലോ അല്ലേ. ഇനി അടുത്ത ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ട്രൂ ബെഞ്ച്, അത് നമുക്ക് ഇതിലോട്ടൊന്ന് കൊണ്ടുവരാം. അതിന് ഞാൻ എന്താ ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡിലാണ് കിടക്കുന്നത്. ഡൗൺലോഡ് TT ട്രൂ ബെഞ്ച് 120 RBZ ആണ് നമ്മുടെ ഫയല്. നമ്മളിലേക്ക് പ്ലഗിൻസിനെല്ലാം .RBZ എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്, കാരണം ഞാൻ RBZ എന്നുള്ള ഫയലുകളാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇനി വേറെ വല്ലതും കൊണ്ടുവരാൻ പറ്റുമെന്നോ വേറെ വല്ല ട്യൂട്ടോറിയൽ ചെയ്യുന്ന ആൾക്കാർ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഇത് നിഗമനം ആ .RBZ എന്നുള്ള ഒരു പ്ലഗിൻസ് ഡോട്ട് എക്സ്റ്റൻഷൻ എന്തോന്നത് JPEG പോലെ JPEG എന്ന് കാണില്ല, .JPEG അതുപോലെ ഒരു വാല് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നു, ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ട്രൂ ബെൻഡ്. അപ്പോൾ പുള്ളിയുടെ ഓതറിന്റെ പേരും കിടപ്പുണ്ട്, ഇനേബിൾഡ് ആയിട്ടുണ്ട്. ഓതറല്ല, ഈ ട്രൂ ബെൻഡ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾറെഡി നോക്കാമൊന്നുമില്ല, അതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഈ മോളിലുണ്ടോ, ഇത്രേ ഉള്ളൂ ഈ സാധനം എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഈ സാധനം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കുക. ഞാൻ ഇതിനെ ഇവിടെ വച്ചു, ഇവിടെ സ്ഥലമുണ്ട്, എനിക്കിവിടെ സ്ഥലമുണ്ട്, അടച്ചു. ഇനി നോക്കുക, ഞാൻ ഇതിൽ ഇപ്പൊ ഈ വാളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ട്രൂ ബെഞ്ച് എന്ന് പറയുന്ന പ്ലഗിൻസിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക, ഇങ്ങനെ ഒരു സംഭവം വരും, കുറേ ഡോട്ടർ ലൈനുകൾ, പിന്നെ ഈ നടുക്കൊരു ലൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് കീബോർഡില് ശ്രദ്ധിക്കുക, കീബോർഡില് എൻ്റർ എന്ന് പറയുന്ന ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. ആശാൻ ചുരുണ്ടു അല്ലേ, ആശാൻ ചുരുണ്ടു. നമ്മള് നീട്ടി വെച്ചിരുന്ന സാധനം ഇപ്പോ റൗണ്ട് ഷേപ്പിലായി വന്നിട്ടുണ്ട് അല്ലേ. ബാക്കിലേക്ക് പോവാം. ഞാൻ നിങ്ങളുടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കർവ്ഡ് വാള് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് എത്രയാണോ കർവ് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇതങ്ങനെ നിർത്തുന്നു. എന്നിട്ട് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യും. ദേ കർവ്ഡായില്ലേ. ഇനി ഫ്രണ്ടിലോട്ട് മാത്രമേ കർവ്ഡ് വരുള്ളൂ? ഇല്ല, സോറി, ഇത് കണ്ടോ, ഇത് ഞാൻ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, ഫ്രണ്ടിലോട്ട് മാത്രമല്ല പുറകിലോട്ടും നമുക്ക് കർവ് ചെയ്യാം. അടുത്തത്, എനിക്ക് 1 2 3 3 ബെൻഡ് വേണം, എനിക്കിതിന് 3 ബെൻഡ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ക്ലിക്ക് ചെയ്തു, ട്രൂ ബെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇതിനെ ഞാൻ അങ്ങോട്ട് ബെൻഡ് ചെയ്തു. എന്നിട്ട് ആംഗിൾ, താഴെ ആംഗിൾ നിങ്ങൾ നോക്കുക, നമ്മൾ മെഷർമെന്റ് എഴുതുന്ന ഭാഗം താഴെ 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 കാണാലോ, ആ ഭാഗത്ത് 3 എന്ന് ടൈപ്പ് ചെയ്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ എൻ്റർ കൊടുക്കുക, 2 എൻ്റർ കൊടുക്കണേ. അപ്പോൾ അതോ കണ്ടോ, അത് ഒടിഞ്ഞു വന്നിട്ടുള്ളൂ, ഒടിഞ്ഞു വന്നേക്കുന്നത് 3 ആയിട്ട് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് പോകുന്നു, ഒന്നും കൂടെ ഞാൻ ട്രൂ ബെഞ്ച് ക്ലിക്ക് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ആംഗിളില് ഞാൻ 6 എന്ന് കൊടുത്ത് യെസ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പൊ നമുക്ക് 6 മുഖം വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ എൻ്റർ കൊടുത്തു, ഒരു എൻ്റർ കൊടുത്താൽ പോരാ, ഒന്നും കൂടെ എൻ്റർ കൊടുത്തു. അപ്പോ എനിക്കിവിടെ 6 മുഖം കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, അത് വെക്കണോട്ടെ. ഇപ്പൊ ഈ സംഭവം ഇവിടെ തീർന്നു. അടുത്ത ഈ ഒരു സംഭവം,
ഇത് സത്യം പറഞ്ഞാല് ഞാൻ ഒരു ചെറിയൊരു മോഡൽ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ചില ഓട നിർമ്മിച്ചിട്ട് ഓട ബെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റ്, ഓടയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിലും ഞാൻ ചെയ്യാൻ പോകുന്നത്, ക്ലിക്ക് ചെയ്തു, ട്രൂ ബെൻഡ് ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ ലൈൻ കണ്ടല്ലോ, ഈ ലൈൻ, ഈ കാണുന്ന ലൈനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടോ അതോ അങ്ങോട്ടോ തിരിക്കാം. തിരിക്കുന്നു, എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു, ദേ ഒടിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി തിരിച്ചു പോകുന്നു, ട്രൂ ബെൻഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ്, ട്രൂ ബെൻഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കുന്നു. എത്രയാണോ എനിക്ക് കർവ് ചെയ്യേണ്ടത് ആ കർവ്, കാരണം അതിന് പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് ഇപ്പോൾ സൈഡിൽ കാണാൻ ആംഗിൾ കാണിച്ചിട്ടുണ്ട്, റേഡിയസ് കാണിച്ചിട്ടുണ്ട്, ബെൻഡ് കാണിച്ചിട്ടുണ്ട്. 60 സെന്റിമീറ്റർ ബെൻഡ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 3 കൊടുക്കുന്നു, ആംഗിളിലെ 3 കൊടുക്കുന്നു, എസ് അടിക്കുന്നു, എൻ്റർ ചെയ്യുന്നു, ഒന്നും കൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതേ മോഡലിൽ വരും. അതായത് നമുക്കൊരു സ്റ്റേഡിയം, ആ സ്റ്റെപ്പ് ചെയ്യണം, സ്റ്റേഡിയത്തിന്റെ സ്റ്റെപ്പ് ചെയ്യണം. നമ്മൾ നീട്ടി അങ്ങ് സ്റ്റേഡിയത്തിന്റെ സ്റ്റെപ്പ് അങ്ങ് നീട്ടി വിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ പോരെ? ശരിയാവൂലേ? ആവുമായിരിക്കും അല്ലേ? ആവും. ഓക്കെ, അടുത്തതാണ് സ്റ്റെപ്പ്. ഇതിപ്പോ എന്താണ്, സാധാ സ്ലൈഡിങ് പോലെ അടിവശം സ്ലൈഡ് പോലെ വരുന്ന സ്റ്റെപ്പാണ്. ഇപ്പുറത്ത് ബെൻഡഡ് സ്റ്റെപ്പാണ്, തട്ടും തൂക്കും. അപ്പോ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ട്രൂ ബെൻഡ് എടുക്കുന്നു, പിടിക്കുന്നു, കറക്കുന്നു, ദേ, എന്നിട്ട് എൻ്റർ ചെയ്തു. സ്റ്റെപ്പ് ഇവിടെ റെഡിയായി. പക്ഷേ കറക്റ്റായിട്ട് വരണം, പ്ലാനിൽ വരുമോ എന്നൊക്കെ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 3D അല്ലേ നമ്മൾ ചെയ്യുന്നതല്ലല്ലോ, നമുക്ക് ആ ഒരു മോഡൽ ഈസി ആയിട്ട് കിട്ടില്ലേ. വേറെ ഇഷ്ടംപോലെ പ്ലഗിൻസുകളുണ്ട്, പക്ഷെ അതൊക്കെ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന, ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന പ്ലഗിൻസ് ആണ്. അപ്പോൾ ഇത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതും കൂടെ നോക്കാം. ഇത് മര്യാദയ്ക്കുന്ന സ്റ്റെപ്പ് ഇപ്പോൾ വളഞ്ഞിരിക്കുന്നു. ഓക്കെ, അതിനെ ഞാൻ മാറ്റിയിരിക്കാം, വളഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നോക്കാം. ക്ലിക്ക് ചെയ്യുന്നു, ട്രൂ ബെൻഡ് എടുക്കുന്നു, വളയ്ക്കുന്നു, എൻ്റർ കൊടുക്കുന്നു, ദേ വളഞ്ഞിരിക്കുന്നു. എല്ലാം ഓക്കെ ആയില്ലേ? അപ്പൊ ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ബാക്കിലോട്ട് പോട്ടെ. നമുക്ക് ഇതിലും കൂടെ നമുക്ക് മറ്റേ പരിപാടി ഒന്ന് നോക്കിയാലോ. ഏത് പരിപാടി? മറ്റേ ആ ബെൻഡ്, ഈ ഫേസ് കൊടുത്തുള്ള, ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു, ഇത് അല്ല ഇത് ഇതുവരെ എടുക്കുന്നു, എന്നിട്ട് 3S ആംഗിൾ കൊടുക്കുന്നു, ആംഗിളിൽ 3S എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇതെന്തരാവോ എന്തോ, ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. അയ്യേ, ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് വരുമോ? സ്റ്റെപ്പിൽ പറ്റില്ല കേട്ടാ, ചുമ്മാ ചെയ്ത് നോക്കിയതാണ്, ആരും ഇനി അങ്ങനെ ചെയ്യണ്ട. ഓക്കെ, എന്നോട്ടെ. ഓക്കെ, ഇതിനെ നമുക്ക് നേരത്തെ പോലെ ആക്കാം. അപ്പൊ അങ്ങനെയും ചെയ്യാൻ വേണമെന്നുള്ളവർക്ക് കേട്ടോ, ഞാൻ ചുമ്മാ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെയും ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതും ബെൻഡായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലഗിൻസ് കൊണ്ടുള്ള ഗുണം. നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സിയാൻസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചെറിയ കർവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻഡോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കുറേ ട്യൂട്ടോറിയലൊക്കെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വിൻഡോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വിൻഡോ പക്ഷേ ഇതിനകത്ത് ഗ്രില്ലൊന്നുമില്ല. ഈ വിൻഡോയ്ക്കകത്ത് ഗ്രില്ലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഗ്രില്ലൊക്കെ ചെയ്യാം, ഗ്രില്ല് ചെയ്താലും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വിൻഡോ ഒന്ന് ബെൻഡ് ചെയ്യണം. സെൻറ്റർ കൊടുത്തു, വിൻഡോ ബെൻഡായി. ഇപ്പൊ ഈസി ആയിട്ട് നമുക്കാണ് വിൻഡോ കൊണ്ട് വെച്ചുകൂടെ അവിടെ. ഇനി ഞാൻ ബാക്കിലേക്ക് പോവാണ്, ട്രൂ ബെൻഡ് എടുത്തു,
എങ്ങനെ വളയ്ക്കേണ്ടത് നമ്മൾ ഒന്ന് നോക്കുക. നമ്മുടെ ഡ്രോയിങ്ങിൽ എത്രയാണ് വളയേണ്ടതെന്നുള്ളത് അതനുസരിച്ച് ഞാൻ വളച്ചു. എന്നിട്ട് 3 ആംഗിളിൽ 3 യെസ് എൻ്റർ, പിന്നെ എൻ്റർ. ദേ ഓക്കെ അല്ലേ വിൻഡോ? അപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള ബെൻഡിങ്ങും കാര്യങ്ങൾക്കും നമുക്ക് ഈ ട്രൂ ബെൻഡർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിൻഡോ, വാള്, നമ്മുടെ സ്റ്റെയർ, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് റെൻഡർ ചെയ്ത് സാധനങ്ങൾ കാണിക്കാം. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് തന്നെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഹാൻഡ് റെയിലും കൂടെ ചെയ്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പം പിന്നെ ഹാൻഡ് റെയിൽ പിന്നെ ബെൻഡ് ചെയ്യിക്കാൻ വേണ്ടി രണ്ടാമത് ഫോളോ മീ ടൂൾ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഹാൻഡ് റെയിലും എല്ലാം കൊടുത്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം സോൾവ് ആവും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെ. എന്തെങ്കിലും കാര്യമൊന്നുമില്ല, ആരും ഒന്നും പറയണമെന്നില്ല, ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, നോട്ടിഫിക്കേഷനായിട്ട് വന്ന് പെട്ടെന്ന് തന്നെ കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്കറിയാവുന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ അയക്കുമോ? ആരും അയക്കാറില്ല. പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ മിക്കവർക്കും എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാറുണ്ട്, മെസ്സേജായിട്ട് വരുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട്. പലർക്കും അത് ഉപയോഗപ്പെടുന്നുണ്ട്, പലരും എന്നെ വിളിക്കാറുമുണ്ട്. ചില ആൾക്കാർ ചുമ്മാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഒരു വീഡിയോയും കാണാതെ എവിടെയെങ്കിലും പകുതി വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ജോലി സമയത്തിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. സ്കെച്ചപ്പ് മാത്രം കണ്ടാൽ പോലെ ട്രാവൽ വീഡിയോസും കൂടെ കണ്ട് നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊന്ന് ഹൈ റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയും നല്ലതല്ല, അതായത് നല്ല പെയ്ഡായിട്ടുള്ള പ്ലഗിങ്സുകളൊക്കെ പറ്റി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയൊക്കെ തോന്നുള്ളൂ. കാരണം അങ്ങോട്ടും ഒരു പാലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ, അതില്ലാതിരുന്ന പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരണ്ടേ. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ കാണുന്നവർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ അടുത്തൊരു പ്ലഗിങ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വരാം. പിന്നെ നമ്മൾ ഒരു വീട് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു, അത് വീഡിയോ റെൻഡറിങ് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിച്ചു. പക്ഷേ അതിൻ്റെ ബാക്കി വേണമെന്നൊന്നും ആരും പറഞ്ഞില്ല, ആർക്കും വേണ്ടാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ബാക്കി ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു. കാരണം ലൈറ്റിങ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആരും ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ട് ആണ് ഞാൻ പിന്നെ അതങ്ങോട്ട് എടുക്കാത്തത്. കാരണം എല്ലാവർക്കും അത് മതി, അതുവരെ മതി എന്ന് തോന്നി, 10ാമത്തെ എപ്പിസോഡ് വരെ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ക്ലാസ് എടുക്കാത്തത്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് വേണോ എന്നുണ്ടെങ്കിൽ ഒക്കെ കമൻ്റ് ഇടുക, നല്ല കമൻറ്റ് മാത്രം ഇടുക, ഈ വേണ്ടാത്ത കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക. കാരണം അറിയാലോ, ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണം, പിന്നെ അത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ ക്യാപ്ചർ ചെയ്യണം, അതിനെ എഡിറ്റ് ചെയ്യണം. ഇത്രയും പാടുപെട്ടാണ് ഒരു വീഡിയോ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മാക്സിമം സഹകരിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു കുന്ത്രണ്ടമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.